നമസ്കാരം. നമുക്കറിയാം നമ്മുടെ ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും ഓരോ പ്രത്യേക ഭാവങ്ങളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടെന്ന്. നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പഴയ കാലങ്ങൾ, മുൻ ജന്മങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സഹായിക്കുന്നത് സൂര്യൻ, ആത്മകാരക ഗ്രഹം രാഹു, കേതു, ഇവർ ഇരിക്കുന്ന രാശികളും നക്ഷത്രങ്ങളും ഇവർ ഇരിക്കുന്ന നവാംശവുമൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ നമ്മുടെ കഴിഞ്ഞുപോയ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളെ കൂടാതെ നമ്മുടെ പിതൃക്കളുടെ കർമ്മഫലങ്ങളെ കൂടി നമുക്ക് പറഞ്ഞു തരും ജാതകത്തിൽ നിന്ന്. ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. നമ്മളോട് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇതിൽ രാഹു, കേതു എന്ന ഗ്രഹം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ട്രെയിലർ പോലെ എന്താണ് ആ ഒരു കാര്യം നിങ്ങൾ ബാക്കി വച്ചിട്ടുള്ളത്, എന്തായിരുന്നു ആ തെറ്റുകൾ എന്നത്, പ്രത്യേകിച്ച് പ്രാരാബ്ധ ഭാവങ്ങളായിട്ടുള്ള 6-ാം ഭാവം, അതുപോലെ ഈ 6, 8, 12 ഭാവങ്ങൾ നമുക്ക് പറ്റിയ ചില അബദ്ധങ്ങളെ കൂടി, അല്ലെങ്കിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ കൂടി പറഞ്ഞു തരും. അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് 6-ാം ഭാവമാണ്. അതിലിരിക്കുന്ന ഗ്രഹങ്ങൾക്കും നമ്മളോട് ഒരുപാട് കാര്യം പറയാനുണ്ടാകും. ഈ ഒരു 6-ാം ഭാവം എന്നത് രോഗം, ശത്രു, കടം എന്നൊരു കാര്യമല്ലാതെ നമ്മുടെ ഈ പ്രാരാബ്ധത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അപ്രിയങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഭാവം തരുന്നത്. അത് ശുഭഗ്രഹമാണെങ്കിൽ പോലും ഒരു ആക്സെപ്റ്റൻസ് വരിക നമുക്ക് ലഭിച്ച കർമ്മങ്ങളോട്, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ട കാര്യങ്ങളോട്. അതായത് കുടുംബം നോക്കുക, ചില ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കാതെ അത് നിർവഹിക്കുക, ഇത്തരം കാര്യങ്ങൾ അത് പ്രാരാബ്ധമാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ അംഗീകരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രാരാബ്ധം നമ്മളെ വലിയൊരു വിഷമം തന്ന് ബുദ്ധിമുട്ടിക്കില്ല. എന്നാലും 6-ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു, 6-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഇങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും. കാരണം അത് രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കും. ചിലപ്പോൾ 11-ാം ഭാവത്തിലെ ഒരുപാട് ആഗ്രഹം, എനിക്ക് വലിയ വീട് വേണം, അതായത് നമ്മുടെ ഒരുപാട് ആഗ്രഹം കാരണം കുറേ കടമെടുത്തിട്ട് മക്കളെ വിദേശത്തൊക്കെ അയച്ചിട്ട് പഠിപ്പിക്കണം, അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ കാരണം ചില ദുഃഖങ്ങളും വന്നു ചേരും. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് കാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ചില ആൾക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ സ്റ്റാറ്റസിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എവിടെ നിന്ന് വരുന്നു എന്നത്, അപ്പോൾ അതും നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ആ കർമ്മങ്ങൾ എന്നത് പലപ്പോഴും മുൻജന്മ കർമ്മങ്ങളുടെ പ്രാരാബ്ധവുമായിരിക്കും. മുൻജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളായിട്ട് അതനുഭവിക്കാനായിട്ട് നമുക്ക് വന്നു ചേരുന്ന ചില സംഭവങ്ങളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു 5-ാം ഭാവത്തെ പറ്റി മനസ്സിലാക്കാം. ത്രികോണ ഭാവങ്ങൾക്ക് വലിയ ഒരു സ്വാധീനമാണ് നമ്മളിൽ ചെലുത്താൻ കഴിയുന്നത്. അതായത് 1, 5, 9 ഭാവങ്ങൾക്ക്. ഈ 9-ാം ഭാവം എന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ്. അത് നമുക്ക് ഓൾറെഡി ചെലവഴിക്കാനായിട്ട് തന്നിരിക്കുന്ന ആ ഒരു ഭാഗ്യമാണ് നമ്മുടേത്. അപ്പോൾ എത്രമാത്രം ഭാഗ്യമുണ്ട് എന്നത്, അതായത് നിങ്ങളുടെ ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് സുഖമുള്ള അനുഭവങ്ങൾ തരുന്ന ആ ഒരു ഭാവമാണത് ഭാഗ്യം എന്നത്. അപ്പോൾ നാച്ചുറൽ സോഡിയാക്കിലെ ആ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ എന്നത് വ്യാഴമാണ്. നിങ്ങളുടെ 9-ാം ഭാവാധിപൻ എവിടെയിരിക്കുന്നു, 9-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹം, ആ ഗ്രഹം ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ആ നക്ഷത്രാധിപൻ എവിടെയിരിക്കുന്നു, പിന്നെ ഇവരൊക്കെ ആയിട്ടുള്ള ദൃഷ്ടി സംബന്ധങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എത്രമാത്രം ഭാഗ്യം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പലതും നിങ്ങളുടെ ഭാഗ്യത്തിൽ ഉള്ളതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ, ദിവസവും ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, അത് വലിയ ഭാഗ്യമാണ്. പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്കാരുണ്ട്, അത് വലിയൊരു ഭാഗ്യമാണ്, അത് മഹത്തായൊരു ഭാഗ്യം തന്നെയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം, ജോലി, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്കൊരു പാർട്ട്ണറുണ്ട് എന്നത്, പലർക്കും അതില്ല. ഒരു പാർട്ട്ണർ ഇല്ലാതെ, ഒരു ലൈഫ് പാർട്ട്ണർ ഇല്ലാത്തൊരവസ്ഥ പലർക്കും ഉണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭാഗ്യമാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ്റെ ഒരു സ്ഥാനം ശരിയല്ലെങ്കിൽ
അതുപോലെ നമ്മുടെ ഭാഗ്യഭാവത്തിരിക്കുന്ന ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ചില പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വരുന്നത്. അതായത് വിവാഹം കഴിഞ്ഞേക്കാം, പക്ഷേ സംതൃപ്തിയില്ലാത്ത വിവാഹ ജീവിതം. അതുപോലെ ജോലിയിലാണെങ്കിലും, അതായത് ആ ഭാഗ്യം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന പല കാര്യങ്ങളും, ഒരുപക്ഷെ വലിയ വീടും ജോലിയൊക്കെ ഉണ്ടാകാം, ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. ഇത് വിവിധ തരത്തിലാണിത്. പക്ഷെ 5-ാം ഭാവാധിപൻ എന്നത് അദ്ദേഹം എവിടെ ഇരിക്കുന്നു എന്നത്, ആ ഗ്രഹം എവിടെ ഇരിക്കുന്നു, 5-ാം ഭാവത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നത് കുറേയൊക്കെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ശക്തി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ ഭഗവതിയെ പറയാം. ഭഗവതിയുടെ ആരാധന കൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാവം കൂടിയാണിത്. അതിൽ തീർച്ചയായിട്ടും മുൻജന്മങ്ങളിലെ പാപവും പുണ്യവും അടങ്ങിയിട്ടുണ്ട് 5-ാം ഭാവത്തിൽ. അതായത് നിങ്ങളുടെ ആദ്യത്തെ സന്താനം എന്നത് നിങ്ങളുടെ ആ ഒരു പൂർവ്വജന്മ പുണ്യം തന്നെയാണ്. ആദ്യത്തെ സന്താനം എന്നത് 5-ാം ഭാവം ആണ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ 5-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മറ്റു ഗ്രഹങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. നമ്മൾ പറയും ജാതകത്തിൽ വ്യാഴം നന്നായി കഴിഞ്ഞാൽ എല്ലാം ശരിയായിരിക്കുന്നു എന്നത്. പക്ഷേ രാഹുവും കേതുവും ആരുടെ കൂടെ ഇരുന്നാലും ആ ഗ്രഹത്തിനെ കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും അവർ. നമുക്ക് തരാനിരിക്കുന്ന ഗുണങ്ങളെ, അതിൻ്റെ കാരകത്വത്തെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. അതായത് പറഞ്ഞു വരുന്നത് 5-ാം ഭാവത്തിലെ രാഹുവൊക്കെ വളരെയധികം ഷാർപ്പ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് തരുന്നതാണ്. അതായത് അത് IT-യിലാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അതായത് കണ്ണിങ് ആയിട്ടുള്ള ഒരു ബുദ്ധിയാണ്, സാമർഥ്യമാണ്. നേരെ വാ നേരെ പോ എന്നുള്ള ബുദ്ധിയല്ല അത്. അതുകൊണ്ടത് പലതരത്തിൽ ഉപയോഗിക്കാം. പല മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി പഠിച്ചെടുക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ജീവകാരകത്വങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ട് തരും. സന്താനങ്ങളെ സംബന്ധിച്ചിട്ട് അവരിൽ നിന്നൊരു സുഖമില്ലാത്തൊരവസ്ഥ ഇതൊക്കെ തന്നു എന്ന് വരാം. പൊതുവേ ഈ 5-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ, അതേസമയം സ്വരാശിയിലിരിക്കുന്ന പാപഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ശനിയുടെ രാശിയിൽ തന്നെ ഇരിക്കുകയാണ്, ചൊവ്വയുടെ രാശിയിൽ തന്നെ ഇരിക്കുകയാണ് 5-ാം ഭാവാധിപനായിട്ട്. അപ്പോൾ കുറേയൊക്കെ അത് ബെനിഫിറ്റ് തരുമെങ്കിലും ആ ഒരു എവിടെയാണോ നമ്മുടെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്ന ബന്ധങ്ങളുള്ളത്, ഉദാഹരണത്തിന് 5-ാം ഭാവം എന്നത് പ്രണയബന്ധം കൂടിയാണ്, ആദ്യത്തെ സന്താനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നു എന്ന് വരാം. കേതുവൊക്കെയാണ് 5-ാം ഭാവത്തിലെങ്കിൽ ആ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നു എന്ന് വരാം, തടസ്സങ്ങൾ തന്നു എന്ന് വരാം. ഈ രാഹുവും കേതുവും 5-ാം ഭാവത്തിലുണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്, അതായത് ഇന്ന കോഴ്സ് കഴിഞ്ഞ് ഇന്ന കോഴ്സ് പഠിക്കാം, ഇന്നിടത്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നന്നായിട്ട് വന്നു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാം. പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ രാഹുവും കേതുവും 5-ാം ഭാവാധിപനുമായിട്ടോ 5-ാം ഭാവത്തിലോ ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു പൂർവ്വജന്മത്തിലെ ആ കർമ്മഫലം നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്, അത് നമുക്ക് വേദന ഉണ്ടാക്കും. അതാണ് പറയുന്നത് പാപഗ്രഹങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കൂ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ അധ്വാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കർമ്മഫലമായിട്ട് നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത്, അതായത് ഒരു പ്രണയമാണെങ്കിൽ ആ പ്രണയം 5-ാം ഭാവം പ്രണയം കൂടിയാണ്, ഒരു കല്യാണമൊക്കെ അടുത്ത് വരാനാകുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ശരിയായി എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ആ ബന്ധത്തിൽ തടസ്സം വരിക, മറ്റെന്തെങ്കിലും ബ്ലോക്കേജ് വരിക. പെട്ടെന്ന് ആ പാസ്റ്റ് ലൈഫിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കർമ്മബന്ധം എന്താണോ അതവിടെ ആക്ടിവേറ്റ് ആവുന്നതാണ്. ഒന്നുകിൽ ആ വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും മറ്റു ഗ്രഹങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ്, ആ ഭാവവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഇവൻറ്റ് വന്നിട്ട് ഒരു ബ്രേക്ക് തരാൻ, ഒരു തടസ്സം വരാൻ കാരണമാകും. അതുകൊണ്ടാണ് പാപഗ്രഹങ്ങളെ എല്ലാവരും പേടിക്കുന്നത്. കാരണം അവർ പാസ്റ്റ് ലൈഫിൽ നിന്ന് തരുന്നത് പലപ്പോഴും അപ്രിയകരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അതേസമയം കേതുവിനെ പോലുള്ള ഗ്രഹങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൂർണ്ണമായിട്ടും വിരക്തിയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കൊണ്ടു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്രികോണ ഭാവങ്ങൾ, ഈ 1-5 ഭാവങ്ങൾ എന്നത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കൂടിയാണ്. പക്ഷെ അതിനായിട്ട് നമ്മൾ അധ്വാനം ചെയ്യണം. ആ അധ്വാനം എന്നത് 6-ാം ഭാവവും 10-ാം ഭാവവും 3-ാം ഭാവവും ഒക്കെയാണ്. 3-ാം ഭാവത്തിൽ നമ്മുടെ പ്രയത്നമുണ്ട്. 6-ാം ഭാവത്തിൽ എത്രമാത്രം റെഗുലാരിറ്റിയോടുകൂടി നിങ്ങൾ നിരന്തരം എത്രമാത്രം പ്രയത്നം ചെയ്യുന്നു എന്നതിനെയും നിങ്ങളുടെ ഡെയിലി റുട്ടീനെയും കാണിക്കുന്നു.
10ാം ഭാവം എന്നത് നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട കർമ്മമാണ്. 10ാം ഭാവത്തിൽ സൂര്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗവൺമെൻറ് ജോലിക്കുള്ള ഒരു കോമ്പിനേഷനായിട്ട്, അതുപോലെ സർക്കാരുമായി ബന്ധപ്പെടാൻ, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മാനേജറിയൽ പോസ്റ്റുകളിൽ തിളങ്ങി നിൽക്കാൻ. അതുപോലെ സൂര്യൻ നാച്ചുറൽ സോഡിയാക്കിലെ 5ാം ഭാവാധിപനായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സൂര്യൻ നല്ല വിദ്യാഭ്യാസവും തന്നു എന്ന് വരാം. ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ നമ്മൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സൂര്യൻ ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് തരാൻ പോകുന്നത് 10ാം ഭാവം എന്നത്, ആ ഒരു 10 എന്ന് കേൾക്കുമ്പോൾ അവിടെ ശനിയെ നമ്മൾ ഓർമ്മിക്കണം. നാച്ചുറൽ സോഡിയാക്കിലെ 10ാം ഭാവാധിപൻ ശനിയാണ്. ആ ഭാവത്തിലേക്ക് സൂര്യൻ രാജാവ് വരുമ്പോൾ ഈ ഒരു രാജാവിനൊരു ഉത്തരവാദിത്തമുണ്ട്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എവിടെയൊക്കെ 10ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ടോ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ നല്ല പോസ്റ്റുകളിൽ എത്തുന്നത്. ഉയർന്ന ഗവൺമെൻറ് ജോലികളിലും, അതായത് ഒരുപാട് ആൾക്കാരെ, പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഫീൽഡുകളിലേക്ക് അവർ എത്തിപ്പെടുന്നത് അതുകൊണ്ടാണ്. പുറമേ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് ഈ വലിയ വലിയ ഓഫീസർമാരും അതുപോലെ ഗവൺമെൻറ് ജോലി ഉള്ളവരാണെങ്കിലും മാനേജറിയൽ പോസ്റ്റുകളിലുള്ളവരാണെങ്കിലും നമുക്ക് സന്തോഷം തോന്നും. അവർ ഒരു നിലയിലാണ്, അവർക്ക് അഭിമാനിക്കാമല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ അവരുടെ ചുമലിലുള്ള ഉത്തരവാദിത്തം എന്നത്, ശനി അവിടെ എപ്പോഴും 10ാം ഭാവം എന്ന് പറയുമ്പോൾ ശനിയുടെ പ്രഷറുണ്ട്. മുകളിൽ നിന്നുള്ള ഉത്തരവിനേക്കാളും, അതായത് മേലധികാരികളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓർഡേഴ്സിനേക്കാളും ജനങ്ങൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അവരെ എങ്ങനെ മാനേജ് ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ആ ഡെയിലി റുട്ടീനിനെ പറ്റിയും എങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി ക്ലിയറായിട്ട് നടത്താം എന്നതിനെ പറ്റിയും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ കൊണ്ട് കൊടുക്കും. ഈ കിട്ടിയ ഉത്തരവാദിത്തം എന്നത് അവർ നന്നായി ചെയ്തില്ലെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് സന്താനങ്ങളെയാണ്. സൂര്യൻ ആത്മാവാണ്, സ്വയമാണ്, അപ്പോൾ ആരോഗ്യത്തെയാണ്. സൂര്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം, മൊത്തത്തിൽ ആരോഗ്യം എന്ന കാര്യം, ഉദരസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വന്നു ചേർന്നു എന്ന് വരാം. വ്യാഴം നല്ല പൊസിഷനിൽ അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ ഇത്തരം കോമ്പിനേഷനുകൾ ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞു പോയ ജന്മത്തിലെ കർമ്മഫലമായിട്ട് ഇത്തരം പൊസിഷനൊക്കെ കിട്ടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് വിനയായിത്തീരും. ഒരു പക്ഷെ അതിൻ്റെ ആ കർമ്മഫലം എന്നത് കുട്ടികളായിരിക്കും അനുഭവിക്കുന്നത്. അവരുടെ വിവാഹ ജീവിതം, അവരുടെ പഠനം, അവരുടെ ജോലിയിലെ സ്ട്രെസ്സ്, കുറേ കാര്യങ്ങൾ. അതുപോലെ സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് എന്നതിനനുസരിച്ചിട്ട്, ഏത് നക്ഷത്രം ഇരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഇത് വ്യത്യാസം. ഒരുപാട് ആൾക്കാർക്ക് നല്ലത് ചെയ്തത് കൊണ്ട് കൂടിയാണ് ഇന്ന് വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കാൻ കഴിയുന്നതും. അപ്പോൾ ഏത് ജോലിയോടൊപ്പവും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രാരാബ്ധവും. ഈ പ്രാരാബ്ധം എന്നത് ഫീൽഡിലാണെങ്കിലും നമുക്ക് മറ്റൊരാളുടെ ജോലി കാണുമ്പോൾ വളരെ ഈസിയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു പ്രാരാബ്ധമാണ്. പിന്നെ ഇത് സന്തോഷകരമായി ചെയ്യുന്നത്, അതായത് ചില കലാകാരന്മാരൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി ചെയ്യുന്നത്. അഭിനയമായാലും കവിതകൾ എഴുതുക, സംഗീതം, മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അതിനെ ഒരു ജോലിയല്ലാത്ത പോലെ ഒരു പാഷനൊക്കെ ആയിട്ട് കണ്ടിട്ട് ചെയ്യുന്നവരുമുണ്ട്. അതിന് ശരിക്കും നമ്മുടെ ജാതകത്തിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ക്രിയേറ്റീവ് ആകണമെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു സൂര്യൻ വേണം. നിങ്ങളുടെ 5ാം ഭാവം നല്ലതായിരിക്കണം. അപ്പോഴാണ് ആ 5ാം ഭാവാധിപനും നിങ്ങളുടെ ലഗ്നാധിപനും അതുപോലെ ചന്ദ്രരാശിയുടെ അധിപനും ഒക്കെ മിത്രങ്ങളും നല്ല ഭാവങ്ങളിലിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ വളരെ പാഷനേറ്റായിട്ട് എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നതാണ്. പൊതുവെ 5ാം ഭാവാധിപൻ്റെ പൊസിഷൻ നല്ലതാണെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് സക്സസ് നേടാവുന്നതാണ്. 5ാം ഭാവം പൊസിഷനെ കൂടി കാണിക്കുന്നു. 5ാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ ഇരിക്കുന്നുവോ ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. 5ാം ഭാവാധിപൻ അഷ്ടമത്തിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആരോടാണ് ബന്ധം പുലർത്തുന്നത്, നിങ്ങളെ പറ്റിച്ചിട്ട് പോകുമോ, നിങ്ങൾക്കൊരു വിനയായി തീരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, ഇതിലെന്ത് സംഭവിക്കും എന്നത് അങ്ങനെ കുറച്ച് ചിന്തിക്കണം. 5ാം ഭാവാധിപൻ
എപ്പോഴും നമ്മളോട് ചിന്തിക്കാനാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറയും. 5 കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്, പ്രാരാബ്ധത്തിൻ്റെ രാശി. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ പ്രാരാബ്ധം ചെയ്യാനായിട്ട്. ചാടി ഇതെല്ലാം എൻ്റെ കർമ്മമാണ്, എൻ്റെ കർമ്മഫലമാണ് എന്ന് വിചാരിക്കാതെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്താ പറയുക, ഈ ഒരു 5-ാം ഭാവത്തിലാണ്. അതുകൊണ്ടാണ് ശരിക്കും അവിടെ നല്ലൊരു ഗുരുവിൻ്റെ ആവശ്യം. പലപ്പോഴും 5-ാം ഭാവത്തിലെ ബുധൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങും, എല്ലാവരെയും തിരുത്താൻ തുടങ്ങും. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കരുത്, നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതണം. അതായത് ഒരു കലാകാരനോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് കവിത എഴുതണം. മോട്ടിവേഷണൽ സ്പീക്കർ, അതായത് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അതൊരു പക്ഷേ കന്നിയുടെയും ബുധൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് അങ്ങനെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ബുധൻ്റെ ഇൻഫ്ലുവൻസ് കൂടിക്കഴിഞ്ഞാലും ശരിക്കും നമ്മളിലേക്ക് യഥാർത്ഥത്തിൽ വന്നെത്തേണ്ടുന്ന അറിവ്, വിസ്ഡം വരുന്നതായിരിക്കില്ല. അത് വരണമെങ്കിലും നല്ല വ്യാഴം വേണം. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതിക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകാൻ, അതാരായാലും അത് എന്തായാലും, നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോ ഒരു കാര്യമോ ഒരു ജോലിയോ ഒരു ബിൽഡിങ്ങോ ഒരു വീടോ ഒരു കമ്പനിയോ എന്തുമായിക്കോട്ടെ, അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് വിട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് ജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതായത് വ്യാഴത്തെ സ്വീകരിക്കണം, കേതുവിനെ കൂടെ ചേർക്കണം, എന്നിട്ട് ഈ കാര്യങ്ങൾ വിട്ട് കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ യാത്രയിൽ അത് സഹായകമാകും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഗ്രഹമാണ് ആത്മകാരക ഗ്രഹം എന്നത്. നമ്മുടെ ആത്മകാരക ഗ്രഹത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണോ നമ്മൾ പാസ്റ്റ് ലൈഫിൽ പൂർത്തിയാകാതെ വെച്ചിരിക്കുന്ന ഒരു കാര്യം, അത് പൂർത്തിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പ്രത്യേക രാശിയിലിരിക്കുകയാണ് നിങ്ങളുടെ ആത്മകാരക ഗ്രഹം. അപ്പോൾ അതിരിക്കുന്ന രാശി ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് നവാംശത്തിലേക്ക് പോയിരിക്കുന്നു, ലഗ്നാധിപനുമായിട്ട് ഈ ആത്മകാരക ഗ്രഹം അതിനുള്ള ബന്ധം, അതായത് മിത്രഗ്രഹമാണോ, വളരെ നല്ലതാണ്. ലഗ്നാധിപനുമായിട്ട് നിങ്ങളുടെ ആത്മകാരക ഗ്രഹത്തിന് മിത്രതയുണ്ടെങ്കിൽ, ലഗ്നാധിപനിൽ നിന്ന് ത്രികോണ ഭാവത്തിലിരിക്കുകയാണെങ്കിലൊക്കെ വളരെ നല്ല പ്രോഗ്രസ് ഉണ്ടാകും. ഇത് സൂര്യനും ഇതേപോലെ പ്രവർത്തിക്കുന്നതാണ്. സൂര്യനാണ് യഥാർത്ഥത്തിൽ കോമൺ ആയിട്ട് നമ്മുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ആത്മകാരക ഗ്രഹം അതിൻ്റെ കാരകത്വങ്ങൾ എടുത്താൽ തന്നെ മനസ്സിലാകും, ഒരു ജനറൽ ഐഡിയ കിട്ടും ഇതാണ് എന്നത്. ഉദാഹരണത്തിന് ചന്ദ്രനാണ് ആത്മകാരക ഗ്രഹമെങ്കിൽ നീചസ്ഥനായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ യാത്ര കുറച്ച് ടഫാണ്. ആധ്യാത്മിക ചിന്തകളില്ലെങ്കിൽ, നല്ലൊരു ഗുരുവിൻ്റെ ഉപദേശമില്ലെങ്കിൽ, ഒരു നല്ലൊരു ഗുരുവിനെ ഫോളോ ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ, നീചസ്ഥനായിട്ടുള്ള ആ ചന്ദ്രൻ്റെ ഒരവസ്ഥ എന്നത് അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ഈ ആത്മാവിൻ്റെ യാത്രയ്ക്ക് അത് തടസ്സമുണ്ടാക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും എവിടെയും നല്ലൊരു ഗുരുവിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നീചസ്ഥന ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവുക. പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ, ചന്ദ്രനും കേതു ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വൃശ്ചികത്തിലെ ചന്ദ്രൻ, രാഹുവും ചന്ദ്രനും ചൊവ്വയും ചന്ദ്രനും ഒക്കെ ഇരിക്കുകയാണെങ്കിലും, അതിനെ എന്ത് പേര് നിങ്ങൾ വിളിച്ചാലും, അതിനെ ഇന്ന യോഗമാണ് എന്നൊക്കെ പറഞ്ഞാലും, ആ ഒരു ഫ്രസ്ട്രേഷൻ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, അതുപോലെ രാഹുവൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ വയ്ക്കുക, നമ്മളെ ഒന്നുകൂടി പെരുപ്പിച്ച് കാണിക്കുക. നമ്മളിതാണ് എന്ന് നമുക്കറിയാം, പക്ഷേ ഞാൻ ഇതൊക്കെയാണ് എന്ന് ആൾക്കാരെ കാണിക്കുക, കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ. ഇതേപോലെ രാഹു ആത്മകാരകനായിട്ട് ചന്ദ്രൻ്റെ രാശിയിൽ കർക്കിടകത്തിലിരുന്നാലും വളരെയധികം അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും. എന്നെ ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കണം, കുറേയൊക്കെ അങ്ങനെ ഒബ്സഷനൊക്കെ കൊണ്ടുതരും. ഇതിലേക്ക് വന്നാൽ ചന്ദ്രൻ ആത്മകാരകനായിട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇമോഷണൽ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ജ്യോതിഷം എല്ലാവരും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മാനസിക ആരോഗ്യത്തിന് കൂടി വേണ്ടിയിട്ടാണ്. നമ്മളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഈ യാത്ര സുഗമമായി തീരും. ചന്ദ്രനും കേതു ഒരുമിച്ചിരിക്കുന്ന ആ വ്യക്തി എവിടെ ഇരുന്നോട്ടെ, ചന്ദ്രൻ ആത്മകാരകനാണ്, ചന്ദ്രനും കേതുവും ഒരുമിച്ചിരിക്കുകയാണ്. ഏത് രാശിയിലും ഏത് നക്ഷത്രത്തിലായാലും നമ്മൾ അങ്ങനെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത് എന്നത്, നിങ്ങളുടെ ആ ഒരു പെട്ടെന്ന് ഡിപ്രഷൻ വന്നു പോകുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തുലാം രാശിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ് ചന്ദ്രനും കേതു ഒരുമിച്ചിരിക്കുകയാണ്, ചന്ദ്രൻ ആത്മകാരക ഗ്രഹമാണെന്ന് വിചാരിക്കുക.
നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി, നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ, അവരുടെ ഒരു പെരുമാറ്റം, ഒരു സംസാരം, എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനിഷ്ടമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരെ പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് വിഷമാവും. അതെന്താണ്, എന്താണ് അങ്ങനെ റിയാക്ട് ചെയ്തത്, എന്താണ് അങ്ങനെ പറഞ്ഞത്. ഒന്നുകിൽ ചന്ദ്രൻ ഗോചരത്തിൽ ഗണ്ഡാന്ത നക്ഷത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ അത് പെട്ടെന്ന് ബാധിക്കും. ഇവർ ഡിപ്രഷനിലേക്ക് പോകും. അത് ഡിപ്രഷൻ എന്ന വേർഡ് ശരിയാണോ എന്നറിയില്ല. വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവില്ല, പക്ഷേ ഒരു ഒറ്റപ്പെടൽ സ്വീകരിക്കും. ഇത് തന്നെ നല്ല സ്പിരിച്വൽ കോമ്പിനേഷൻ കൂടിയാണ്. നന്നായി ധ്യാനമൊക്കെ ചെയ്താൽ അതിൻ്റെ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെയധികം നിഗൂഢജ്ഞാനമൊക്കെ നേടാനും സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റ് ആവാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട്, അതായത് മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളോട് ആ വ്യക്തി ഇങ്ങോട്ടൊന്നും പറയാതെ ആ വ്യക്തിയുടെ ഏകദേശം എന്താണ് ഇവരുടെ ഒരു അവസ്ഥ എന്നത് അവർ പറയാതെ മനസ്സിലാക്കാൻ, ഒരു പൂർവാഭാസം പോലെ, ഒരു ഇൻറ്റ്യൂഷൻ പോലെ, അങ്ങനെ കാര്യങ്ങൾ, അതുപോലെ എത്ര ദൂരെ ഇരുന്നാലും അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ മകനായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ പറയാതെ അദ്ദേഹം അത് അറിയുന്നതാണ്. ആ പവറൊക്കെ ഉണ്ട്. ഇതിൻ്റെ നെഗറ്റീവിലേക്ക് പോകാതിരിക്കാൻ, അതിനാണ് പറയുന്നത് എല്ലാവരും കുറച്ചൊക്കെ ജ്യോതിഷം അറിയണം. എൻ്റെ ആത്മകാരക ഗ്രഹം ഇതാണ്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ കേതുവൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതെങ്ങനെ മാറ്റണം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അവിടെയാണ് ആ ജ്യോതിഷം പഠിക്കുന്നതിൻ്റെ, നമ്മൾ പഠിച്ചിട്ട്, ഞാൻ പറഞ്ഞ എന്താണ്, 5ാം ഭാവത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വിദ്യകൾ നേടിയിട്ട് നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് നമ്മൾ സെൽഫ് ഹെൽപ്പ് എന്ന് പറയാം, നമ്മളെ തന്നെ നമ്മൾ സഹായിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം വിദ്യകൾ പഠിക്കാനായിട്ട് നമുക്കൊരു നല്ലൊരു ഗുരുവിൻ്റെ ഒരു സഹായം ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ബുദ്ധിശക്തി എന്ന് പറയുമ്പോൾ അവിടെ ഭഗവതിയാണ്. അതുകൊണ്ട് ഭഗവതിയുടെ ചരണങ്ങളിൽ സമർപ്പിച്ചാൽ മതി, ഭഗവതി തന്നെ പറഞ്ഞു തരും. തീർച്ചയായിട്ടും സ്വപ്നത്തിലൂടെ, അനുഭവങ്ങളിലൂടെ ഭഗവതി പറഞ്ഞു തരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ ഇച്ഛാശക്തി, ബുദ്ധിശക്തി, കായാശക്തി എല്ലാം ഭഗവതിയാണ്, എല്ലാം ദേവിയാണ്. അപ്പോൾ ആ ദേവിയുടെ ചരണങ്ങളിൽ നമ്മൾ സ്ഥാനം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അറിവ് വരുന്നതാണ്. പിന്നെ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ആത്മകാരക ഗ്രഹം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ബുദ്ധി ഒന്ന് ക്ലിയർ ആവേണ്ടതുണ്ട്. കാരണം ഇവർ വളരെ പവർഫുള്ളാണ്. ഇവർ ഷാഡോ പ്ലാനറ്റ്സ് ആണ്, ഛായാഗ്രഹങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും സൂര്യനെ ഇവർ ഗ്രഹണം കൊടുക്കുന്നുണ്ട്, സൂര്യനെ മറിച്ച് കളയുന്നതാണ്. അപ്പോൾ ഇവരുടെ പവർ എന്താണ്? അപ്പോൾ ആർക്കാണ് നമ്മളെ ഇവരിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത്? നമ്മുടെ ബുദ്ധിശക്തിയെ എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം? അതിന് ഭഗവതിയുടെ തന്നെ ആശ്രയം നമ്മൾക്ക് വേണം. അതായത് സരസ്വതി ദേവിയുടെ ആരാധന, അതായത് ജ്ഞാനമുണ്ടായാൽ നമുക്കറിയാം, ഗ്രഹണ സമയത്ത് നമ്മുടെ ഒരു മൂഡ് ഓഫ് ആവുകയാണ്. ഒന്നുകിൽ ആ സമയത്ത് വീട്ടിൽ എന്തെങ്കിലും കലഹം നടക്കുക, അഭിപ്രായ വ്യത്യാസം വരിക, എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, ഇതും മാറി വരും. അതിനെന്ത് വേണം? നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം. അതിനാരാണ് നമ്മളെ സഹായിക്കുന്നത്? ഭഗവതി തന്നെയാണ്. അപ്പോൾ രാഹുകേതുക്കൾ ആത്മകാരക ഗ്രഹത്തിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദേവി ആരാധന, അത് ദുർഗാദേവി ആയാലും സരസ്വതി ദേവി ആയാലും ആരാധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചന്ദ്രനെ മനസ്സിനെ സൂചിപ്പിക്കുന്നതായിട്ട് എടുത്തു പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ മറ്റ് ഗ്രഹങ്ങളെയും, ബുധനാണെങ്കിൽ വിദ്യയാണ്, പഠിപ്പാണ്, അതുപോലെ വ്യാഴമാണെങ്കിൽ ജ്ഞാനമാണ്. ആ ജ്ഞാനവും പഠിപ്പും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. അതായത് അതിൻ്റെ വ്യത്യാസം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജ്ഞാനമുള്ളൊരു വ്യക്തി ആ ജ്ഞാനം മാത്രം ആഗിരണം ചെയ്യും. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകന് മുടന്തുണ്ടോ, അദ്ദേഹം പഴയ ഒരു ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുകയാണോ, അദ്ദേഹം സംസാരിക്കുമ്പോൾ തടസ്സങ്ങൾ, വിക്ക് വരുന്നുണ്ടോ, അതായത് അദ്ദേഹത്തിൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരാളായിരിക്കാം, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾക്ക് ജ്ഞാനം, വ്യാഴത്തിൻ്റെ വിസ്ഡം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇത് ബാധിക്കുകയില്ല. നിങ്ങൾ എന്താണ് ആ വ്യക്തി പറയുന്നത്, പക്ഷെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആചാര്യൻ, ചെരുപ്പൊന്നും ഇടാതെ നടക്കുന്ന, മേൽവസ്ത്രം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ആചാര്യൻ, അദ്ദേഹം പറയുന്നൊരു രീതി, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ, നിങ്ങൾ ഇതിലൊന്നും ശ്രദ്ധിക്കില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. എന്താണ് ആ തിരുമുഖത്ത് നിന്ന് വരുന്നത് ജ്ഞാനം, അത് അബ്സോർബ് ചെയ്യാൻ, അത് മാത്രം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ
നല്ലൊരു വ്യാഴമുണ്ട്. മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ലഗ്നത്തിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ലഗ്നം തനുഭാവമാണ്. നിങ്ങൾക്ക് ശുക്രൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട്, ശുക്രൻ ജാതകത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് വളരെ നല്ല സ്ഥിതിയിലിരിക്കുന്ന ശുക്രൻ ഇരിക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയോട് നിങ്ങൾ അണിഞ്ഞൊരുങ്ങരുത്, ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കരുത്. പ്രത്യേകിച്ച് രാഹുവും ശുക്രനും ഒരുമിച്ചിരിക്കുമ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ, വളരെ മോഡേൺ ലുക്കിലിരിക്കുന്ന, ഫാഷനബിൾ ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ ഗുരുവിൻ്റെ കോമ്പിനേഷൻ അതാണെങ്കിൽ, നിങ്ങളുടെ ഗുരുവിൻ്റെ ജാതകത്തിൽ വ്യാഴം തുലാം രാശിയിലാണെങ്കിൽ വളരെ വില കൂടിയ വാഹനത്തിലായിരിക്കും അദ്ദേഹം വരുന്നത്. നിങ്ങൾ വിചാരിക്കും, എന്താണ് ഒരു ഗുരുവിന് ഇത്രയും വലിയ വാഹനത്തിൻ്റെ ആവശ്യമുണ്ടോ? ആ തനുഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ അവരിയ്ക്കുകയുള്ളൂ. അതായത് 4-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അവരുടെ വാഹനമൊക്കെ ആ ലെവലിലുള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പം വ്യാഴം നല്ലതാണെങ്കിൽ നമുക്ക് ഈ ജ്ഞാനം മാത്രം അബ്സോർബ് ചെയ്തിട്ട്, അതായത് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു കഴിവ്, നമ്മൾ ശുദ്ധജലം ഫിൽട്ടർ ചെയ്തെടുക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹം എന്താണ്, ജ്ഞാനം നേടാനാണോ, അത് മാത്രം സ്വീകരിക്കാം. മറ്റൊന്നും ചിലപ്പോൾ നമ്മൾ ഒരുപാട് ജ്ഞാനങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടാറില്ലേ. ജ്ഞാനം നേടുക എന്നത് ആ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ജാതകത്തിൽ വ്യാഴം നല്ലതായിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സ്വഭാവം വരുന്നത്. ഇവിടെ ബുധൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോന്നും ചികഞ്ഞെടുക്കും. അതുകൊണ്ട് ഇവർക്കൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നിരൂപണം, പത്രപ്രവർത്തനം, അതുപോലെ ആങ്കറിങ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്. അവരെല്ലാവരും നമുക്ക് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ ഇതായിരിക്കാം. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ വ്യക്തി ഇങ്ങനെയാണ്, അവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില ശീലങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏത് ഭാഗത്താണ് പ്രശ്നം അവരെ അനുഭവിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ചില ജീവിത ശീലങ്ങൾ മാറ്റാൻ ആവശ്യപ്പെടാറുണ്ട്. അത് അവരുടെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ്. അത് മാറ്റം വരുത്തണം എന്നത് ആ ഒരു വിധി ഉള്ളത് കൊണ്ടാണ് അവർ ഒരാളെ സമീപിക്കുന്നത്. ബുധനാണ് ആത്മകാരക ഗ്രഹമെങ്കിൽ ആ വിദ്യ നേടിയിട്ട് ഒരുപക്ഷെ ആദ്യമൊക്കെ ജീവിതത്തിൽ ആദ്യ ഭാഗം കിട്ടുന്ന ദശകൾക്കനുസരിച്ചിട്ട് വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിദ്യകളായിരിക്കും നേടുന്നത്. ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ നേടുക. പക്ഷേ യഥാർത്ഥത്തിൽ നേടേണ്ടുന്ന വിദ്യ വ്യാഴത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം നേടും. എന്നിട്ട് ആത്മാവിന് ബോധം വരും. പ്രത്യേകിച്ച് കേതു കൂടെ ഉണ്ടാകുമ്പോൾ. അതാണ് ഞാൻ കേതു ആത്മകാരക ഗ്രഹത്തിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പറയും, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ വിടൂ എന്നത്. ബുധൻ്റെ കൂടെ കേതു ഇരിക്കുമ്പോൾ കേതു പറയും, നിങ്ങളുടെ അടുത്തുള്ള സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം, ഇതിലൊന്നും കാര്യമില്ല, വന്നത് ഇതിനല്ല, ഒരുപാട് വിദ്യകൾ പഠിക്കാനാണ്. അപ്പോൾ ഏത് ഭാവത്തിലാണ് ആ ഭാവത്തിൻ്റെ ആ രാശിയുടെ അധിപൻ എവിടെ ഇരിക്കുന്നു എന്നത്, എന്താണ് വിദ്യ, എന്താണ് യഥാർത്ഥത്തിൽ കർമ്മം എന്നത് പറഞ്ഞു തരും. ഇത് തന്നെയാണ് ഓരോ ഗ്രഹത്തിൻ്റെയും. ശുക്രനൊക്കെ ആത്മകാരക ഗ്രഹമായിട്ടുണ്ടാകുമ്പോൾ ശുക്രൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശുക്രൻ നാച്ചുറൽ സോഡിയാക്കിലെ 2-ാം ഭാവത്തെയും 7-ാം ഭാവത്തെയും സൂചിപ്പിക്കുന്നു. അതുകൂടാതെ നിങ്ങളുടെ ജാതകത്തിൽ ഏതൊക്കെ ഭാവത്തിൻ്റെ അധിപനാണ് എന്നതിനെയും സൂചിപ്പിക്കുന്നു. ജനറലി പറയുകയാണെങ്കിൽ ശുക്രൻ ആഹാരം, 2-ാം ഭാവം, അതുപോലെ നമ്മുടെ റിസോഴ്സസ്, അസറ്റ്സ്, വാഹനങ്ങൾ, ലക്ഷറി, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. പ്രണയത്തെ സൂചിപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചുറ്റിപ്പറ്റി ഉണ്ടാകുമെന്നെങ്കിലും ഇവരുടെ ചോദ്യങ്ങളും ആ ലെവലിലായിരിക്കും. അപ്പോൾ ആ പേർപ്പസ് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് എൻ്റെ ആത്മാവിൻ്റെ ഉദ്ദേശം എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും. അത് ഡയറക്റ്റ്ലി ഒരാളോട് നിങ്ങൾ ഇതിനാണ് വന്നത് എന്ന് എളുപ്പം പലപ്പോഴും പറയാൻ അവരുടെ ദശകളും അനുവദിക്കില്ല. അതുപോലെ അവരുടെ ചോദ്യങ്ങളും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് സ്വയം അത് തെളിഞ്ഞു വരും. അതിനാണ് ചില പരിഹാരങ്ങൾ റെഗുലറായിട്ട് ചെയ്യാൻ പറയും. പ്രത്യേകിച്ച് പിതൃക്കളെ സംബന്ധിച്ചിട്ടുള്ള പരിഹാരങ്ങളൊക്കെ റെഗുലർലി ചെയ്യുമ്പോൾ പിതൃക്കളുടെ ഒരു അനുഗ്രഹം മൂലം അവർക്ക് ആ ബോധോദയം വരുന്നതാണ്. ഇതിൽ രാഹുവിനെ ആത്മകാരക ഗ്രഹമായിട്ട് എടുക്കുമ്പോഴാണ് വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ആഗ്രഹങ്ങൾ, അടങ്ങാത്ത ആഗ്രഹമാണ്, അത് കുറച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. പലരും രാഹുവിനെ ആത്മകാരക ഗ്രഹമായിട്ട് എടുക്കാറില്ല. പക്ഷേ അതെടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജാതകം നമ്മൾ തീരെ നോക്കേണ്ടാത്ത ആവശ്യമുള്ളത് സന്യാസിമാരുടെ ജാതകത്തിൽ, യോഗികളുടെ ജാതകത്തിലാണ്. അവർക്കതിൻ്റെ ആവശ്യമില്ല. അവരെല്ലാം ത്യാഗം ചെയ്തു. 11-ാം ഭാവത്തിലെ ഇച്ഛ അവർ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ബന്ധങ്ങളില്ല. അഘോരികളൊക്കെ അതിന് ഉദാഹരണമാണ്. സ്വയം പിണ്ടദാനം ചെയ്തു, വീട്ടുകാർക്കെല്ലാം പിണ്ടദാനം ചെയ്തു. അങ്ങനെയുള്ള ഒരു പോക്കാണ് അവരുടേത്. അപ്പോൾ
ആ സമയത്തൊക്കെ നമ്മൾ അതിനെ കേതു വളരെ പ്രോമിനൻ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ കേതു വളരെ ജാതകത്തിൽ പ്രോമിനൻ്റ് ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ വ്യക്തിയുടെ വേഷവിധാനം, അവരുടെ സംസാരം, പുറമേയുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും കേതു പ്രോമിനൻ്റ് ആയിട്ട് ആൾക്കാരെ തിരിച്ചറിയണമെങ്കിൽ അവരെപ്പോഴും ഒറ്റപ്പെട്ടിരിക്കും, ഗ്രൂപ്പിൽ വരില്ല. ഗ്രൂപ്പുകളിലൊക്കെ മിങ്കിൾ ചെയ്യാനോ ഒരുപാട് സംസാരിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അവരെന്താണ് അവരുടെ ജോലി? ഓഫീസിൽ പോവും, വരും, കർത്തവ്യങ്ങൾ നിർവഹിക്കും. അപ്പോൾ ഗ്രഹങ്ങളെ നമുക്ക് പലതരത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അവനവൻ്റെ ജാതകത്തെ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ആത്മാവിൻ്റെ ഉദ്ദേശങ്ങൾ അറിയാൻ, അതായത് ഈ ഒരു ജന്മത്തോടു കൂടി ഇനിയൊരു ജന്മം വേണ്ട, ഈയൊരു ജന്മത്തോടു കൂടി നമുക്ക് മോക്ഷത്തിലെത്തണമെന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിലും വരുന്ന ജന്മങ്ങളിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ, അതായത് ആധ്യാത്മികത ഉള്ള ഒരു വീട്ടിൽ ജനിക്കാൻ, നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ നേരത്തെ നമുക്ക് ജ്ഞാനം ലഭിക്കാൻ ഒക്കെ വേണ്ടിയിട്ടും നമ്മൾ ഈ ജന്മത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്. പലരും ഇത്തരം ആധ്യാത്മിക കാര്യങ്ങൾ അറിയുന്നത് ഒരു പകുതി 36 കഴിഞ്ഞ് ഒക്കെ ആ ഒരു സമയത്താണ്. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് പലർക്കും നേരത്തെ അറിയാൻ കഴിയുന്നതും. നേരത്തെ ഇത്തരം ജ്ഞാനങ്ങൾ കിട്ടുന്നത് ഒരുപാട് യുവാക്കൾ ഒക്കെയുണ്ട്. അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുന്നതും അവരുടെ തന്നെ പൂർവ്വജന്മ പുണ്യം കൊണ്ടാണ്. അപ്പോൾ ചെറിയ രീതിയിൽ പാസ്റ്റ് ലൈഫിനെ എങ്ങനെ നമ്മുടെ 5ാം ഭാവം കണക്ട് ചെയ്യുന്നു, 9ാം ഭാവം കണക്ട് ചെയ്യുന്നു, ആത്മകാരക ഗ്രഹം കണക്ട് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ചെറിയ രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വലിയൊരു സാഗരത്തിലെ, ഒരു കടലിലെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും ആയിട്ടില്ല. ആ കടലിലുള്ളത്ര അറിവും എനിക്കില്ല. പക്ഷെ എന്നാലും ഇതൊരു അംശം പോലും ആയിട്ടില്ല. കാരണം ഇവിടെ സൂര്യന് തന്നെ ഒരുപാട് പറയാനുണ്ട്, ചന്ദ്രൻ ഒരുപാട് പറയാനുണ്ട്, ആത്മകാരക ഗ്രഹത്തിനും കാരകാംശത്തിനും ഒരുപാട് പറയാനുണ്ട്, അതുപോലെ നിങ്ങളുടെ ത്രികോണ ഭാവങ്ങൾക്കും. പക്ഷെ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ആ ഒരു ഉപജയ ഭാവങ്ങൾ എന്നത് അതും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കർമ്മങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലാണ് ജാതകം നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ക്ഷമയോടുകൂടി ഇത്ര നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അറിവുകൾ എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യാത്രയിൽ മറ്റുള്ളവരെ കൂടി അറിവ് കൊടുത്തിട്ട് പകർന്നിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുക. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.